വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത വികസനത്തിന്റെ പേരിൽ കോതപറമ്പ് സെന്റ് തോമസ് ദേവാലയം പൊളിക്കുന്നതിനെതിരെ ദേവാലയ ജാഗ്രതാ സമിതി സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കാശ്ശേരി സമരം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ സഭ ഒരുപാട് വികസനത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ നമുക്ക് അരോചകമായ വിധത്തിൽ ഒരു കൂടിയാലോചനയും കൂടാതെ അധികാരികൾ നടത്തുന്ന ഈ മനോഭാവത്തോട് നമുക്ക് വളരെ കടുത്ത പ്രതിഷേധമുണ്ട്. ആരാധനാലയമാണ്. ഇവിടെ വരുന്നത് ആരാധിക്കാനുള്ള അവകാശത്തോടുകൂടി ദൈവമക്കളാണ്. ഇവിടെയും പറഞ്ഞതുപോലെ കുറെ സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പള്ളിയുടെ മുറ്റം വളരെ വളരെ ചുരുങ്ങും. ഇപ്പോൾ പള്ളിയുടെ മുൻവശം പൊളിക്കത്തക്ക വിധത്തിൽ ഇത് ചെയ്യുന്നത് ഒരു ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള മനോഭാവത്തോടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രൈസ്തവർക്ക് ഒരു പാരമ്പര്യമുണ്ട്. അവർ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. വാളെടുക്കുകയില്ല, തല വെട്ടുകയില്ല, വഴി തടയുകയില്ല. ഫാദർ ആന്റണി ചെട്ടിവേലിക്കകത്ത് അധ്യക്ഷനായിരുന്നു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി റാം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കേരള ലാത്തിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ തോമസ്, ബാബു ശാന്തി എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറിയിൽ ഉറങ്ങിക്കിടന്നയാളെ തീവെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. അഞ്ചപ്പാലം ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് താമസിക്കുന്ന പനപ്പറമ്പിൽ രത്നാകരന് നേരെയാണ് ആക്രമണമുണ്ടായത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ഗ്രില്ലിനുള്ളിലൂടെ മുറിക്കകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീപിടുത്തത്തിൽ മുറിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ കത്തിനശിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചപ്പാലം സ്വദേശിയെ പോലീസ് തെരയുന്നുണ്ട്. അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ ജബ്ബാറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ധർണ CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായി CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തളിക്കുളം പഞ്ചായത്തിൽ ഞായറാഴ്ച വാഹന പ്രചരണ ജാഥ നടത്തി. CITU നാട്ടിക ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ്, KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA വിശ്വംഭരൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം MV വിശാലാക്ഷി ടീച്ചർ, ജാഥ ക്യാപ്റ്റനും CPM തളിക്കുളം ലോക്കൽ സെക്രട്ടറിയുമായ KR സീത, കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PV രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. തൃപ്രയാർ സ്പേസ് സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. വിലവർദ്ധനവിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA പ്രബന്ധം അവതരിപ്പിച്ചു. അതിന്റെ കേന്ദ്ര ആശയങ്ങൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ ചുരുക്കി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കൂടുതൽ ചർച്ചയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ഇത് ഒരു വലിയ വിഷയമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര വേണമെങ്കിലും വിപുലീകരിച്ച് പറയാൻ കഴിയും. പ്രധാനപ്പെട്ട ആശയം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു. വിലക്കയറ്റം എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മൾ കാണുന്നത് ഒരു പ്രശ്നമാണ്. ഇതിന് പല പല കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആദ്യം പരിശോധിക്കണം. കമ്പോളമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. കമ്പോളത്തിൻ്റെ നൈതികമായിട്ടുള്ള ബന്ധങ്ങളാണ് വില നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T നരേന്ദ്രൻ അനുബന്ധ വിഷയാവതരണം നടത്തി. സ്പേസ് പ്രസിഡന്റ് ഡോക്ടർ V മോഹനൻ അധ്യക്ഷനായിരുന്നു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, C സേതുമാധവൻ, ലാൽ സിംഗ് ഇയാനി, CITU നാട്ടിക ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ്, V ശ്രീകുമാർ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി പ്രൊഫസർ KU അരുണൻ, CPM വലപ്പാട് ലോക്കൽ സെക്രട്ടറി PA രാമദാസ്, VR ബാബു, PK ദേവദാസ് എന്നിവരും പ്രസംഗിച്ചു. ചന്ദ്രാപിന്നി ചാമക്കാലയിലെ തവക്കൽ റിലീഫ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 6-ന് മതവിജ്ഞാന സദസ്സും മാർച്ച് 7-ന് ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിക്കുന്നു.
മാർച്ച് 6 രാത്രി 7 മണിക്ക് ജനനം മരണം ഒരു മനഃശാസ്ത്ര അപഗ്രഥനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ മുഹമ്മദ് റിയാസ് പ്രഭാഷണം നടത്തും. തുടർന്ന് ചേരുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് സയ്യിദ് സീരിക്കോയ തങ്ങൾ നേതൃത്വം നൽകും. മാർച്ച് 7 രാത്രി 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ VS സുനിൽകുമാർ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജനനം മുതൽ പരലോകം വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി MA മുഹമ്മദ് ഷാഫി കായംകുളം പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ തളിക്കുളം കൊപ്രക്കളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. 6 പേർക്ക് പരിക്ക്. വികസന പ്രതീക്ഷകളുമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന് മന്ത്രി CN ബാലകൃഷ്ണൻ ശിലയിട്ടു. ദേശീയപാത വികസനം കോതപറമ്പ് സെന്റ് തോമസ് ദേവാലയം പൊളിക്കുന്നതിനെതിരെ സത്യാഗ്രഹ സമരവുമായി വിശ്വാസികൾ.